അധ്യാപക ദിനത്തിൽ പിണ്ടിമന ഗവൺമെന്റ് യു.പി. സ്കൂളിലെ അധ്യാപകരെ ആദരിച്ച് ചേലാട് ഗ്രീൻ വാലി സ്വയം സഹായ സംഘം ചടങ്ങിൽ സ്കൂളിന് പ്രിന്റർ സമ്മാനിച്ചു. അധ്യാപക ദിനത്തിൽ പിണ്ടിമന ഗവൺമെന്റ് യു.പി. സ്കൂളിലെ അധ്യാപകരെ ആദരിച്ച് ചേലാട് ഗ്രീൻ വാലി സ്വയം സഹായ സംഘം പ്രസിഡന്റ് ജിജി പുളിക്കലിന്റെ നേതൃത്വത്തിൽ സംഘാംഗങ്ങൾ സ്കൂളിലെത്തി അധ്യാപകരോടൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചപ്പോൾ അധ്യാപക ദിനം പിണ്ടിമന സ്കൂളിന് മധുരമുള്ളതായി മാറി. തുടർന്ന് അറിവിന്റെ അക്ഷരമാലകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന അധ്യാപകരെ പൂക്കൾ നൽകി ആദരിക്കുകയുണ്ടായി. അധ്യാപക ദിന സമ്മാനമായി സംഘം ഒരു പ്രിന്ററും യോഗത്തിൽ വെച്ച് സ്കൂളിന് കൈമാറി. ഗ്രീൻ വാലി സംഘം പ്രസിഡന്റ് ജിജി പുളിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏതൊരു വലിയ നേട്ടങ്ങൾക്ക് പിന്നിലും ഒരു അധ്യാപകന്റെ കരമുണ്ടാകും. ആ അധ്യാപകരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് വലിയൊരു സമൂഹത്തിന്റെ ഒരു ധർമ്മമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കടന്നു വന്ന് നിങ്ങളെ ബഹുമാനിക്കാനുള്ള കാരണം. ഈ സമൂഹത്തിലെ ഏതൊരു ജോലിക്കും ഏതൊരു ജോലിയുടെയും അടിസ്ഥാനം നിങ്ങൾ നൽകുന്ന വിദ്യയാണ്. നിങ്ങളിലൂടെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളാണ് അതിനെല്ലാം അടിസ്ഥാനം. കേവലം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇവിടെ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. നിങ്ങൾ നൽകുന്ന വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഇവരുടെ സിലബസിൽ നിന്നെല്ലാം മാറിയതിനു ശേഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത രീതികൾ കാണുമ്പോഴാണ് നമ്മുടെ അധ്യാപകർ എന്താണ് നമുക്ക് പകർന്നു നൽകിയത് എന്നുള്ളത്, അതിന്റെ മൂല്യം എന്തായിരുന്നു, അത് അധ്യാപകർ നൽകിയ വിദ്യയുടെ ബാലൻസ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. വിദ്യാർത്ഥികളുടെ ഹൃദയസ്പന്ദനങ്ങൾ അറിയുന്നവരായിരിക്കണം അധ്യാപകരെന്നും അവരെ സ്വന്തം മക്കളെ പോലെ കാണാൻ സാധിക്കണമെന്നും അദ്ദേഹം അധ്യാപകരെ ഓർമ്മിപ്പിച്ചു. ഏതൊരു വ്യക്തിയുടെയും വളർച്ചയ്ക്ക് പിന്നിൽ അധ്യാപകർ പകർന്നു തന്ന അറിവിന്റെ പാഠങ്ങളുണ്ടെന്നും അതിനാലാണ് അധ്യാപക ദിനത്തിൽ നാം അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ, സംഘം ഭാരവാഹികളായ മിക്കോഷ് മാത്യു, ജോസഫ് ആന്റണി, ജോയ് പുളിനാട്ട്, ജോൺസൺ കറുകപ്പിള്ളിൽ, സണ്ണി ജോസഫ്, അധ്യാപകരായ ഷിജി ഡേവിഡ്, രശ്മി ബി, ദീപൻ വാസു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.